സാമൂഹ്യാനീതിക്കെതിരെ കലാപ്രവർത്തനങ്ങളുടെ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയ രക്തസാക്ഷി സഫ്ദർ ഹാഷ്മിയുടെ സ്മരണകളിറമ്പുന്ന കോഴിക്കോട് വടകര പുതുപ്പണം ഹാഷ്മി നഗർ സന്ദർശിച്ച് സഫ്ദറിന്റെ സഹോദരി ശബനം ഹാഷ്മി. വടകരയിലെ സഫ്ദർ ഹാഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ശബനം ഹാഷ്മിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. കേരളത്തിൽ തന്റെ സഹോദരന്റെ നാമത്തിൽ ഒരു നഗർ ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമെന്ന് ശബനം. കോഴിക്കോട് വടകരയിൽ ഗാന്ധി ഫെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ശബ്നം ഹാഷ്മി പുതുപ്പണത്തെ ഹാഷ്മി നഗർ സന്ദർശിച്ചത്. നിരവധി തവണ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുണ്ടെങ്കിലും ശബ്നം ഹാഷ്മി ആദ്യമായാണ് സഹോദരന്റെ നാമധേയത്തിലുള്ള പുതുപ്പണത്തെ ഹാഷ്മി നഗറിൽ എത്തിയത്. 1989 സഫ്ദർ ഹാഷ്മി കൊല്ലപ്പെട്ട ശേഷം രാജ്യത്ത് ഒരുപാടിടങ്ങളിൽ അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇടമുണ്ടെന്ന് താൻ അറിഞ്ഞത് ഇപ്പോഴാണ്. കുട്ടികൾക്കും നാടക പ്രവർത്തകർക്കുമായി ഇത്തരത്തിലൊരു ഇടം ഉണ്ടാവുക എന്നത് സഫ്ദറിന്റെ സ്വപ്നമായിരുന്നുവെന്ന് ശബ്നം ഹാഷ്മി പറഞ്ഞു. I'm so happy to see that this place looks like his dream has come true in the face of this cultural center in his memory. വടകര മുനിസിപ്പാലിറ്റിയിലെ പ്രദേശത്ത് ഒരു കലാസമിതി രൂപീകരിക്കണമെന്ന പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള ആഗ്രഹത്തിന്റെ സഫലീകരണമായിരുന്നു 1992 ഫെബ്രുവരി 2 നടന്ന കലാസമിതിയുടെ രൂപീകരണം. യോഗത്തിൽ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വ്യത്യസ്തമായ പേരുകൾ ഉയർന്നുവരികയും തുടർ ചർച്ചകൾക്കു ശേഷം ആ കാലഘട്ടത്തിൽ സാമൂഹിക അനീതിക്കെതിരായി കലാപ്രവർത്തനങ്ങളിലൂടെ ധീരമായി പൊരുതി രക്തസാക്ഷിത്വം വഹിച്ച അനശ്വര കലാകാരനായ സഫ്ദർ ഹാഷ്മിയുടെ പേര് ഏകകണ്ഠേന അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതോടെ പറമ്പത്ത് മുക്ക് എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിന് ഹാഷ്മി നഗർ എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തു. ഹാഷ്മി വയോജനവേദി എന്ന പേരിൽ വയോജനങ്ങൾക്കായും ഹാഷ്മി വനിതാവേദി എന്ന പേരിൽ സ്ത്രീ ശാക്തീകരണത്തിനായും 2 സബ് കമ്മിറ്റികൾ കലാസമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. CPIM ബ്രാഞ്ച് ഓഫീസും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.